നമസ്കാരം. മഹാബലിപുരത്ത് നടന്ന 31ാമത് സതേൺ സോണൽ കൗൺസിൽ യോഗത്തിന് ശേഷം പുറത്തു വന്നിട്ടുള്ള ഒരു ദൃശ്യമാണ് ഈ വീഡിയോ ചെയ്യാൻ ആധാരം. ഏതൊരു സാധാരണക്കാരെയും ചിന്തിപ്പിക്കുന്നതും ഉള്ളിലയ്ക്കുന്നതുമാണ് ആ ചിത്രം എന്ന് പറയുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള യോഗത്തിന് പിന്നാലെ ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഒരേ തീന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചിരിച്ചും സംസാരിച്ചുമൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ച. അതാണ് ചിത്രം. പൊതുവേദികളിലും ചാനൽ ചർച്ചകളിലുമൊക്കെ പരസ്പരം കടന്നാക്രമിക്കുകയും കൊലവിളികൾ നടത്തുകയും ചെയ്യുന്ന കടുത്ത രാഷ്ട്രീയ വൈരികളായിട്ടുള്ള നേതാക്കളാണ് യാതൊരു വിദ്വേഷവുമില്ലാതെ ഒരേ തീന്മേശയിൽ ഇങ്ങനെ ഭക്ഷണം പങ്കിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൗഹൃദ കാഴ്ച കാണുമ്പോൾ തെരുവിൽ കൊടികെട്ടിയും അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ചും ജീവൻ പണയം വയ്ക്കുന്ന പാവം അണികളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു പോണത്. ഒരേ മേശയിൽ വിളമ്പിയ ഭക്ഷണം സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ഒരു മടിയുമില്ലാത്ത നേതാക്കൾ പിന്നെ എന്തിനാണ് നാട്ടിൻ പുറത്തെ നിരപരാധികളായിട്ടുള്ള അണികളെ പരസ്പരം തമ്മിലടുപ്പിക്കുന്നത് എന്നൊരു വലിയ ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അത് അവരത് ചോദിച്ചില്ലെങ്കിലും ഈ അണികളുണ്ടല്ലോ, കൊടികൾ പിടിച്ച് തമ്മിലടിച്ച് കുടുംബങ്ങളെ അനാഥരാക്കുന്ന ഈ ജന്മങ്ങൾ, അവരത് ചിന്തിക്കണ്ടേ? മുകളിലിരിക്കുന്നവർക്ക് രാഷ്ട്രീയം എന്നത് വെറുമൊരു അധികാര കച്ചവടവും അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളുടെ പങ്കുവെക്കലുമാണ്. മനസ്സിലാക്കണം, ഒരു ബിസിനസ്സാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അടിത്തട്ടിലുള്ള പാവം പ്രവർത്തകർക്ക് അതൊരു ജീവൻ മരണ പോരാട്ടമായി മാറുകയും ചെയ്യുന്നു. ഏത് ഒന്ന് ആലോചിച്ച് നോക്ക്. പരസ്പര വിദ്വേഷമൊക്കെ മനസ്സിൽ കുത്തി നിറച്ച് അവർ വഴിയോരങ്ങളിൽ വെട്ടിയും കുത്തിയും ഒക്കെ മരിച്ചു വീഴുമ്പോൾ ഈ നേതാക്കൾ തലസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടലുകളിലെ ശീതീകരിച്ച മുറികളിലിരുന്ന് സന്തോഷത്തോടെ ചിരിച്ചുല്ലസിച്ച് വെട്ടി മുണുങ്ങാണ്. രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ ചോര ചിന്തുമ്പോഴും കുടുംബങ്ങൾ അനാഥമാക്കപ്പെടുമ്പോഴും ആർക്കാണ് അതിന് നഷ്ടം സംഭവിക്കുന്നത് എന്നുകൂടി ഒന്ന് ആലോചിക്കണം. നേതാക്കളുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോ ഒരിക്കലും അവർ രാഷ്ട്രീയ വൈരാഗ്യത്തിന് ഇരയാകുന്നുണ്ടോ? ആരെങ്കിലും ഇരയാകുന്നുണ്ടോ? തീരുന്നുണ്ടോ? വെട്ടിയോ കുത്തിയോ കൊല്ലാനോ കൊല്ലപ്പെടാനോ നിന്നു കൊടുക്കുന്നുണ്ടോ? അവരെല്ലാം ആഡംബര ജീവിതത്തിലാണ്, അവർ സുരക്ഷിതത്വത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സാധാരണക്കാരായ തൊഴിലാളികളും ചെറുപ്പക്കാരും അവരിത്തരം കൊലപറി രാഷ്ട്രീയത്തിൻ്റെ ഇരകളായിട്ട് ജയിലുകളിൽ, ശ്മശാനങ്ങളിൽ ഒക്കെ എത്തിച്ചേരാണ്. അവിടെ കിടക്കുകയാണ് അകാല മൃത്യു. അവരുടെ കുടുംബം അനാഥമാകുന്നു. കുട്ടികൾ വല്ലാത്തൊരു ഒരു അവസ്ഥയാണ്. പരസ്പരം ശത്രുക്കളെപ്പോലെ കണ്ടിരുന്ന നേതാക്കൾ തൊട്ടടുത്ത നിമിഷം കൈകോർത്ത് പിടിച്ചിരുന്ന് വിരുന്ന് കഴിക്കുന്ന, കോഴിക്കാല് കടിക്കുന്ന, അത് കാണുമ്പോഴെങ്കിലും താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഒന്ന് കണ്ണു തുറന്ന് ഒന്ന് കാണണം അവരെങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന്. തൻ്റെ സഹോദരൻ, തൊട്ടടുത്ത് കിടന്ന സഹോദരനോട് താൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന്. രാഷ്ട്രീയം എന്നത് മനുഷ്യനെ ഭിന്നിപ്പിക്കാനുള്ളതോ അല്ലെങ്കിൽ കൊല്ലാനും ചാവാനുള്ളതോ ഒന്നുമല്ല. അങ്ങനെയാണ് പലരും കരുതുന്നതും. ചോര എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. സമൂഹത്തിൽ നന്മ ചെയ്യാനും പാവപ്പെട്ട മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്താനുമുള്ള ഒരു മാധ്യമമായിരിക്കണം രാഷ്ട്രീയം എന്ന് പറയുന്നത്. നേതാക്കൾ പരസ്പരം കാണിക്കുന്ന ഈ സൗഹാർദ്ദത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഒക്കെ ചെറിയൊരു പങ്കെങ്കിലും, ചെറിയൊരു അംശമെങ്കിലും സ്വന്തം അണികളിലേക്കും അതൊന്ന് പകർന്നു കൊടുക്കണം. അണികളോട് അങ്ങനെ ഒന്ന് പെരുമാറാൻ പറയണം. ആ നിറം മാറിയ കൊടിയിൽ നിൽക്കുന്നവന് മനുഷ്യനാണ്, അവനും അവൻ്റെ ആപത്തിലും അവനെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് പറയണം. അന്ധമായിട്ടുള്ള വിദ്വേഷം തലച്ചോറിൽ അങ്ങോട്ട് ചുമന്ന് നടന്ന് പരസ്പരം ചോര ഒഴുക്കാതെ നാടിൻ്റെ ഐക്യത്തിനും സമാധാനത്തുമായിട്ട് മനുഷ്യത്വത്തോടെ ഒത്തുജീവിക്കാൻ വേണ്ടിയിട്ട് അണികളും ഒന്ന് ചിന്തിച്ചു തുടങ്ങണം. സമയം കഴിഞ്ഞു, ഒരുപാട് സമയം കഴിഞ്ഞു. കാരണം നിങ്ങളുടെ ജീവിതമൊക്കെ കോഞ്ഞാട്ടയായിപ്പോയി. Different angles. Don't forget to subscribe and support this channel.